ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നാളെ നമ്മുടെ റമളാനാണല്ലോ അല്ലേ. എല്ലാവരും നനച്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞോ? ഞാനത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡാക്കാൻ ടൈം കിട്ടിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലോഡാക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അതെല്ലാം എടുത്തിട്ട് ഒഴിവാക്കുകയാണ്. റാക്കിൻ്റെ മുകളിൽ കുറേ ഉണ്ടാവും. എല്ലാ വർഷവും ഇത് നന്നാക്കിയിട്ട് വീണ്ടും പൊടിയൊക്കെ തട്ടിയിട്ട് അവിടെ തന്നെ കയറ്റി വെക്കാറാണ് കേട്ടോ പതിവ്. ഇന്നിപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വേണ്ടാത്തതൊക്കെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ച്. ഇതുകൊണ്ടൊന്നും ഒരു ആവശ്യമില്ല കേട്ടോ, എങ്കിലും ഒഴിവാക്കാൻ മനസ്സരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെക്കും. ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, പുറത്തേക്ക് തന്നെ കൊണ്ടുപോയിടാമെന്ന് വിചാരിച്ചിട്ടൊക്കെ എടുത്തിട്ടോ. അപ്പം ചിലതൊക്കെ ആവശ്യമുള്ളതായിരിക്കുന്നു, അല്ലാത്തതൊക്കെ കൂടുതലും മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഒഴിവാക്കാനുള്ള കുറേ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്ടിയിലുള്ളത് ഇതുപോലെ നമ്മുടെ ഫോണിൻ്റെ കവറുകളുണ്ടല്ലോ, കൂടുതലും അതാണ് കേട്ടോ. ഈ ഒരു പാക്കറ്റാണ്. പിന്നെ ഇത് മൈക്കാണ് കേട്ടോ. സജുവിന് ഒക്കെ വന്നപ്പോൾ കൊടുന്നതായിരുന്നു. കുറച്ച് ചെറിയ കുട്ടിയായ ആ ടൈമിൽ കൊടുന്നതാണ് കേട്ടോ. ഇത് കൂടുതലൊന്നും അവനെ യൂസ് ചെയ്തിട്ടില്ല, നിലത്ത് ചാടിയിട്ട് അങ്ങനെ കേട് വന്നതായിരുന്നു കേട്ടോ. ഇത് നിയമോളൊന്നും ഇത് കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഓള് ഉണ്ടാകുന്നതിൻ്റെ മുന്നേ ഉള്ളൊരു മൈക്കായിരുന്നത്. അപ്പോൾ പിന്നെ കേട് വന്നപ്പോൾ അങ്ങനെ എടുത്തു വെച്ചതാണ്, ആ പെട്ടിയിൽ തന്നെ ആക്കിയിട്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ അവൾ സ്കൂളിട്ട് വരുമ്പോഴത്തിന് കണ്ടാൽ അവൾക്കിത് വേണ്ടി വരും കേട്ടോ. എത്ര കേടുന്നതാണെങ്കിലും എനിക്ക് കളിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതിലുള്ളത് ഈ ഒരു റേഡിയോ ആണ് കേട്ടോ. ഇത് നല്ലൊരു റേഡിയോ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് എന്തോ ഒരു കേട് വന്നിട്ട് അങ്ങനെ പെട്ടിയിലാക്കി വെച്ചതാണ് കേട്ടോ. ഇത് ഫാമിലാണ് കേട്ടോ കൊണ്ടുപോയി വെക്കാറ്. കാരണം അവിടെയുള്ള കോഴികൾക്ക് പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ കേട്ട് പേടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവിടെ റേഡിയോ ഓണാക്കി വെക്കാറാണ് കേട്ടോ. അപ്പോൾ കേട് വന്നപ്പോൾ പിന്നെ അതവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ്. പിന്നെ ഈ ഒരു സംഭവം നമ്മുടെ വാഷ് മെഷീൻ്റെതാണ് കേട്ടോ. ഇത് കേട് വന്നപ്പം ഇത് ഒഴിവാക്കിയിട്ട് വേറെ പുതിയത് വെച്ചതാണ്. വീണ്ടും ഫോണിൻ്റെ കവർ. പിന്നെ ചെറിയൊരു ക്ലോക്ക് ഉണ്ടായിന്, ഇത് നിയമോള ക്ലോക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലെ ടി വിയുടെ റിമോട്ടുകളാണ് കേട്ടോ ഇതൊക്കെ. ഒത്തിരി പഴയ ടി വിയാണ് കേട്ടോ. ആ ടി വിൻ്റെ റിമോട്ടുകളാണ് ഈ കാണുന്ന ഫുള്ള്. പിന്നെ അതിൻ്റെ കേബിളിൻ്റെ ഉണ്ട് കേട്ടോ, ടി വിൻ്റെ ഉണ്ട് കേബിളിൻ്റെ ഉണ്ട്. ഇതിലും അതുതന്നെയാണ് കേട്ടോ, റിമോട്ടും കേബിളൊക്കെ തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. ഇതൊന്നും നമ്മളിപ്പോൾ യൂസ് ആക്കാറില്ല. ടി വി ഇപ്പോഴും ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മൾ ഓണാക്കാറില്ല, അതിന് ചെറിയ കേടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ എടുക്കാതെ അവിടെ അങ്ങനെ വെച്ചിരിക്കുകയാണ് ടി വി. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ടി വി ആണ് കേട്ടോ. ഇത് ഹാളിൽ തന്നെയാണുള്ളത്. ഇതുപോലെ തുണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ മൂടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു 2 വർഷത്തോളമായിട്ടോ ഇത് ചെറുതായിട്ട് കേടൊക്കെ വന്നിട്ട്. എന്നാലും നല്ല ടി വി ആയിരുന്നു. കേട് വന്നിട്ടുണ്ടെങ്കിലും ഇത് ഒഴിവാക്കാൻ ഇപ്പാക്കണം മനസ്സ് തരൂല കേട്ടോ. പിന്നെ പറഞ്ഞത് നല്ല രസമാണല്ലോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ നിയമങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ അത്ഭുതമായിരിക്കും. അതേപോലെ പഴയൊരു എമർജൻസി ഉണ്ടായിരുന്നു കേട് വന്നത്. എല്ലാം ഉണ്ട്, ഒക്കെ ഈ ഒരു പെട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ എല്ലാം ഞാൻ അതിക്ക് തന്നെ എടുത്ത് വെച്ചു കേട്ടോ. ഇനി ഇതൊക്കെ പുറത്ത് കൊണ്ടുപോയിടുകയാണ്. അകത്ത് വെച്ചാൽ വീണ്ടും അത് പൊടി പിടിച്ചിട്ട് അങ്ങനെ അവിടെ റാക്കിൽ സ്ഥലവും മെനക്കെടാണ്. അതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത വർഷത്തെ നോമ്പിന് ഇൻഷാ അല്ലാഹ് വീണ്ടും അത് എടുത്തിട്ട് ഇതുപോലെ തട്ടിക്കൊട്ടി നന്നാക്കും വേണമല്ലോ. അപ്പോൾ പിന്നെ പുറത്തുകൊണ്ട് കൊണ്ടുപോയിട്ടാൽ ഒക്കെ അതിൻ്റെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റിമോട്ടും ഇതൊക്കെ ഈ ഒരു കവറിൽ തന്നെ ആക്കിയിട്ട് അതിലേക്ക് എടുത്ത് വെച്ച്, പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും പഴയതൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് പുറത്തേക്ക് തന്നെ ഇടുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു പെട്ടിയിലുള്ളത് ഇതുപോലെ ഒരു 3-4 ഐറ്റം ഷൂ ആണ് കേട്ടോ. ഇത് നിയമോളെ LKGയിലും UKGയിലും പോയെന്നുള്ള ഷൂ ആണ് കേട്ടോ. ഒരു കേടും പറ്റിയിട്ടില്ല, അവൾക്ക് വലിപ്പം കുറഞ്ഞതാണ്. അതേപോലെ തന്നെ സജുവിൻ്റെ ചെറിയൊരു ഷൂ ഉണ്ടായിരുന്നു. പിന്നെ ദഫിൻ്റെ ചെറിയൊരു ഷൂ കേട്ടോ. ഇത് താത്താൻ്റെ മോൻ്റെ ഷൂ ആണ്. അവനെ കൊള്ളാതായപ്പോൾ സജുവിനെടുത്ത്, ഇപ്പോൾ സജുവിന് കൊള്ളാതായി കേട്ടോ. അങ്ങനെ അതവിടെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇത് നിയമോളെ ചെറിയ കുട്ടിയാണെന്നുള്ള ബെഡാണ് കേട്ടോ. അത് നല്ലതായിരുന്നു.
അപ്പോൾ അത് ഈ ഒരു കവറിലാക്കിയിട്ട് അങ്ങനെ അന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ 7 വർഷമായി അത് അവിടെ വെച്ചിട്ട്. പിന്നെ ഈ ഒരു പെട്ടിയിലുള്ളത് ഇക്കാൻ്റെ കുറച്ച് പഴയ ഡ്രസ്സുകളാണ് കേട്ടോ. അത് ഇതൊക്കെ വർക്ക്ഷോപ്പിലത്തെ കുറച്ച് യൂണിഫോംസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നാട്ടിൽ വരുമ്പോൾ വണ്ടിയൊക്കെ നന്നാക്കുന്ന ടൈമിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഈ പെട്ടിൻ്റെ മുകളിലുള്ള ഈ ഒരു പൊടിയൊക്കെ ഒന്ന് തോത്തിയെടുത്തിട്ട് ഇത് തിരികെ അവിടെ റാക്കിൻ്റെ മുകളിൽ തന്നെ വെക്കും കേട്ടോ. പിന്നെ അതാ കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. ചെറിയ പൗച്ചുകളൊക്കെ ഉണ്ടായിന്. നല്ല ഭംഗിയുള്ള പൗച്ചുകളാണ് കേട്ടോ. ഇതൊക്കെ ഒരുപാട് പഴയതാണ്. ഇതിൻ്റെ 4-5 കളറാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗി ഉണ്ടായപ്പോൾ അങ്ങനെ എടുത്ത് കൊടുന്നതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. പക്ഷെ ഇതൊന്നും ഒഴിവാക്കാനൊന്നും തോന്നില്ല. പക്ഷേ യൂസാക്കാനും പറ്റാത്തൊരു പൗച്ചുകളാണ് കേട്ടോ. അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞു ബാഗുകൾ ഉണ്ടായിന് കേട്ടോ. നിയമോൾക്കൊക്കെ പറ്റിയ ഇതൊക്കെ അവൾക്ക് കളിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ്. പക്ഷെ അവൾ ഇതൊന്നും എടുക്കാറില്ല. പിന്നെ അവിടെ കിടന്നങ്ങനെ പൊടി പിടിച്ച് തട്ടി കളിച്ചുകൊണ്ടെടുക്കുക. അപ്പോൾ പിന്നെ ഇത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ്. പിന്നെ ഈ ഒരു പൈസ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പക്ഷെ കിടന്നിട്ടുണ്ട്. ഈ ഒരു കണ്ണാടിയുള്ള ഈ പേഴ്സ് കാണുമ്പോൾ എനിക്ക് സ്കൂൾക്ക് പോയത് ഓർമ്മ വരും കേട്ടോ. ഇതുപോലത്തെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും. എന്നിട്ട് ലഞ്ച് ടൈമിലൊക്കെ ആ ഒരു കണ്ണാടി നോക്കിയിട്ട് നമ്മൾ പൗഡറൊക്കെ ഇടും കേട്ടോ. അപ്പോൾ അതാണ് ഓർമ്മ വന്നത്. പിന്നെ നല്ല ക്യൂട്ട് പൗച്ച് ഉണ്ടായിന് കേട്ടോ. അതൊക്കെ നിയമോളതാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളറൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവൾ അവിടെ ഇവിടെ ഇട്ട് കേട് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് കളറും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഇത് ഞാൻ ഒത്തിരി യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഫോണും അതേപോലെ പൈസ മാത്രമേ കയ്യിലുണ്ടാകുമ്പോൾ ഈ ഒരു പൗച്ചാണ് എടുക്കാറ്. നല്ല ഒരു യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ സിബൊക്കെ ഒന്ന് പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഗോൾഡ് കളർ കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ കേട്ടോ. പിന്നെ നിയമോള് അങ്കണവാടിയിലൊക്കെ പോയപ്പോൾ കൊണ്ടുപോയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ ഇത്. പിന്നെ ഇതും അതേപോലെ തന്നെ സജു UKG പോയപ്പോഴുള്ള ബാഗാണെന്നൊരു തോന്നൽ. ഇതൊക്കെ കേടന്നിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ. അങ്ങനെ എല്ലാം കൂടി നമുക്ക് പൊറുക്കി അടുക്കി കത്തിക്കാമെന്ന് കേട്ടോ വിചാരിക്കണത് ബാഗ്സൊക്കെ. ഇതും സജുവിൻ്റെ ഒരു ബാഗായിരുന്നു. അതിൻ്റെ കൈ പൊട്ടിപ്പോയതാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നും ഇതിനില്ല. എല്ലാം നല്ലൊരു ബാഗായിരുന്നു. ഇപ്പോൾ ഇതൊന്നും വെച്ചിട്ടും കാര്യമില്ലല്ലോ. നമ്മളൊക്കെ സ്കൂളിൽ പോയ ടൈമിൽ ഇങ്ങനെ കീറിയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുന്നിയിട്ടാണ് പോവാറ്. ഇപ്പോൾ സജുവിന് അതൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ മക്കൾക്ക് ഏതും പറ്റില്ലല്ലോ. അവർക്ക് ഒരു ചെറുതായിട്ടൊരു കേട് വന്നാൽ അവർക്ക് പിന്നെ പുതിയ ബാഗ് വേണം. ഞാനിപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി എടുത്തതും പിന്നെ അതൊക്കെ നോക്കിയിട്ട് ഒഴിവാക്കാൻ മനസ്സ് തരുമല്ലോ കേട്ടോ. അപ്പോൾ തിരിച്ച് ഇതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തന്നെ വെക്കും. പിന്നെ അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും അത് എടുത്തിട്ട് നോക്കിയിട്ട് അതിൻ്റെ 2-3 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് അങ്ങനെ വെക്കും. അതാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കണത്. പിന്നെ അൻസലൻസോടൊക്കെ അതിക്ക് തന്നെ ചിലതൊക്കെ അതിക്ക് ഇട്ടിട്ട് അങ്ങനെ പുറത്തുകൊണ്ടിട്ട്. പിന്നെ ഈ ഒരു പെട്ടിയിലുള്ളത് സജുവിൻ്റെ ഒരു ഷൂ ആണ് കേട്ടോ. ചക്ര ഷൂ ആണ് ഇത്. അങ്ങനെ കൂടുതലൊന്നും അവന് യൂസാക്കിയിട്ടില്ല കേട്ടോ. ഇതിട്ട് നടക്കാനുള്ള സ്ഥലമൊന്നും നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ. മുറ്റത്തേക്ക് ഇറക്കാനും വയ്യ. പിന്നെ അവന് ഓട്ടിയിട്ടുണ്ടായിരുന്നത് അകത്ത് കൂടെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ അകമൊക്കെ ആകെ കേട് കയറൽ തുടങ്ങി. ഈ ഒരു ചക്രമൊക്കെ തട്ടിയിട്ട് അവരുടെ സൈക്കിളും അതേപോലെ ഈ ഒരു ചക്ര ഷൂ എല്ലാം കൂടി ആയപ്പോൾ നമ്മുടെ അകത ഫുള്ള് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തു വെച്ചതാണ്. പുറത്തേക്ക് ഇറക്കാൻ വയ്യ. പുറത്ത് മുറ്റം നല്ല മുറ്റമല്ലല്ലോ. അത് ഓട്ടാൻ പറ്റിയൊരു മുറ്റമില്ല. പിന്നെ നിയമോദ് അവളിങ്ങനെ എടുക്കും കേട്ടോ. പിന്നെ താത്താൻ്റെ മക്കളൊക്കെ വരുമ്പോൾ അവർ ഓട്ടാറുണ്ട്. നമ്മുടെ അകത്ത് കൂടെ തന്നെയാണ് കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ബാഗും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒഴിവാക്കാനുള്ള. അതും കൂടി ആ കവറിലേക്ക് ഇട്ട്. പിന്നെ ഒരു കെട്ട് കലണ്ടർ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിത് എടുത്ത് നോക്കിയപ്പോൾ ഇതൊരു പെട്ടിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് 2020 മുതലുള്ള കലണ്ടറാണ് കേട്ടോ. അപ്പോൾ 2 വർഷം മുന്നേ ഞാൻ ഇതുപോലൊരു കെട്ട് കലണ്ടർ ഒഴിവാക്കിയിട്ടുണ്ടായിനി. അത് നമ്മുടെ 2004 മുതലുള്ള കലണ്ടറായിരുന്നു. 2004ത്തെ. ഇപ്പോൾ 2020 മുതലുള്ള കലണ്ടർ. പിന്നെ ഈ 2025ത്തൊക്കെ ഉണ്ട് കേട്ടോ അതിൽ.
എനിക്കൊക്കെ ഒരുപാട് ഈ ഒരു കലണ്ടർ കൊണ്ട് സ്കൂളിലെ ബുക്കൊക്കെ പൊതിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മച്ചി. ഇപ്പം അതൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ ഈ കലണ്ടറൊക്കെ കാണുമ്പോൾ. ഇപ്പോൾ കലണ്ടർ കൊണ്ടൊന്നും ആരും ബുക്ക് പൊതിയാറില്ലല്ലോ. മദ്രസയിലെ ബുക്കോ സ്കൂളിലെ ബുക്കൊക്കെ ഈ കലണ്ടർ കൊണ്ട് പൊതിഞ്ഞ് തരാറുണ്ടായിനി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? കലണ്ടർ കൊണ്ടൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കൊക്കെ പൊതിഞ്ഞിട്ടുള്ള ആരെങ്കിലും അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ എത്ര പേർക്ക് ഈ ഒരു ഓർമ്മ ഉണ്ടെന്ന്. പിന്നെ അതേപോലെ ന്യൂസ് പേപ്പർ കൊണ്ടും പൊതിയാറുണ്ട്. പിന്നെ ഇപ്പം ഞാനിതെല്ലാം കിട്ടിയ പോലെ തന്നെ ചുറ്റി കൂട്ടിയിട്ട് പുറത്തുകൊണ്ടിട്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം പുറത്തേക്ക് ഇട്ടാലേ ഇത് ഇവിടെ നിന്നാണ്ട് ഒഴിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ ഒരു സ്ഥലം അല്ലെങ്കിൽ തന്നെ സ്ഥലമില്ല, ഉള്ള സ്ഥലം ഇങ്ങനെ നിറയും ചെയ്യും. പിന്നെ ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ സജുവിൻ്റെതാണ് കേട്ടോ. അവന് 1 മുതലുള്ള 4 വരെയുള്ള ബുക്കൊക്കെ ഉണ്ടാവും ഇതിൽ. KG-ലൊന്നും പിന്നെ അവന് ബുക്കില്ലേനു. പിന്നെ ഈ ഒരു ഫാന് നന്നാക്കാനുള്ളതാണ് കേട്ടോ. ചെറിയൊരു കേടേ ഇതിനുള്ളൂ. അപ്പോൾ അതവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി പെട്ടെന്ന് തന്നെ അടിച്ചു വാരി കേട്ടോ കച്ചറായതൊക്കെ. പിറ്റേന്ന് മറ്റൊരു റൂമാണ് കേട്ടോ റെഡിയാക്കിയത്. റൂമെന്നൊന്നും പറയാനില്ല, നമ്മുടെ സ്റ്റോക്ക് റൂമായിട്ടാണ് നമ്മളത് യൂസ് ആക്കുന്നത്, നമ്മുടെ ചെമ്പട്ടി കുടുക്കൊക്കെ വെക്കണത്. അപ്പോൾ അതൊന്ന് തട്ടിക്കൊട്ടി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇതാ ഫുള്ള് നിയമോളിൻ സജുവിൻ്റെ ഒക്കെ ടോയ്സുകളാണ് കേട്ടോ. എല്ലാം പാർട്സുകളാണ്, ഒന്നുമില്ല കേട്ടോ അതിൽ നല്ലതൊന്നും. പിന്നെ ആ ഒരു റൂമിലുണ്ടായിരുന്ന അതാണ് ഈ ഒരു ബൈക്ക് കേട്ടോ. ഇത് ഒരുപാട് കാലമായി അവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ ബാറ്ററിക്ക് എന്തോ പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ എടുക്കാതെ അവിടെ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കുഞ്ഞു വണ്ടി ഇതെല്ലാവരും ഇവിടെ എടുക്കണതാണ് കേട്ടോ. നിയമോളും ഇതിമ്മ പോവാറുണ്ട്. പിന്നെ താത്താൻ്റെ മക്കളൊക്കെ വരുമ്പോൾ അവർക്ക് ഓട്ടാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ഇത് സജുവിൻ്റെതായിരുന്നു. സജുവിന് ഒരു 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്ത വണ്ടിയാണ് കേട്ടോ. അവിടെ എൻ്റെ ബ്രദറിന് സജുവിൻ്റെ പ്രായത്തിലുള്ള 2 മക്കളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും അങ്ങനെ ഇവർക്ക് 3 ആൾക്കും അങ്ങനെ വാങ്ങിയതായിരുന്നു. പിന്നെ ഈ നിയമമൊക്കെ സ്കൂളില്ലാത്ത ടൈമിൽ ഇവിടെയൊക്കെ റെഡിയാക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ എന്തൊരു സാധനം ഒഴിവാക്കാനാണെങ്കിലും പുറത്തേക്ക് ഇട്ടാൽ അത് അവർക്ക് ആവശ്യമുള്ളതായിരിക്കും. എന്നിട്ട് വീണ്ടും അതെടുത്ത് അകത്തേക്ക് തന്നെ വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിന്മേൽ തന്നെ ആയിരിക്കും. ഇതിന്മേലാണെങ്കിൽ ഫുള്ള് പൊടി പിടിച്ച് കച്ചറായിട്ട് നിൽക്കുകയാണ്. എന്നിട്ടിപ്പോൾ അതൊക്കെ വേണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും അതൊക്കെ തോത്തി തുടക്കാനായിട്ടിപ്പോൾ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഓള്. അപ്പോൾ അവൾ തന്നെ ബാത്റൂമിൽ പോയിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് ഒരു പഴയ തോർത്തൊക്കെ നനച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ അടുക്ക് ടോയ്സിൻ്റെ ആ ബാസ്ക്കറ്റും കൂടി കണ്ടു കേട്ടോ. കുറച്ചൊക്കെ ചാർജ് കളഞ്ഞില്ലേ? അപ്പോൾ ഒരു പഴയൊരു ടാബിന് എൻ്റെ കണ്ണ് പെട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് കുത്തി വെക്കട്ടെ എന്നൊക്കെ ചോദിക്കണത്. അപ്പം ഉമ്മ അവിടെ നിന്ന് കിച്ചണിൽ നിന്ന് പറയുകയാണ് അത് കുത്തി വെക്കേണ്ട, പഴയതാണ് പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവൾ അവിടെ തന്നെ വെച്ചു. പിന്നെ അതിൻ്റെ പഴയൊരു ട്രൈപോഡാണ് കേട്ടോ. ഇതിന്മേലായിരുന്നു ഞാൻ ഇതുവരെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ കാലൊന്ന് പൊട്ടിപ്പോയി. പിന്നെ ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഒരു പഴയ ക്യാമറയാണ് എന്നൊക്കെ പറഞ്ഞു ഉമ്മ. താത്താൻ്റെ കല്യാണത്തിനൊക്കെ ഇതിലായിരുന്നു ഫോട്ടോ ഒക്കെ എടുത്തത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഒന്നിനും പറ്റില്ല കേട്ടോ, ഒക്കെ കേട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വേറൊരു ടേബും കൂടി ഉണ്ട്. ഇനി ഇതൊക്കെ കുറേ മുന്നുള്ള ടേബാണ് കേട്ടോ. പിന്നെ ഒരു ടോർച്ച്. ഇതൊക്കെ ഇപ്പോൾ എവിടെയും കാണാനൊന്നും കിട്ടില്ല. അപൂർവം ചില വീടുകളിലൊക്കെ മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ ടോർച്ചൊക്കെ ഉള്ളത്. എങ്ങനെയല്ല എന്നുള്ളിൽ പൊറുക്കി പുറത്ത് കൊണ്ടുപോയിടാൻ നോക്കുമ്പോൾ ക്യാമറ ഒരാൾ കൈക്കലാക്കിയിട്ടുണ്ട്.
ഓള് പിന്നെ അത് തരുന്നേ ഇല്ല കേട്ടോ. ഓളെ വണ്ടിയൊക്കെ ഫോട്ടോ എടുത്ത് നിൽക്കുകയാണ്. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ജോലിയൊക്കെ തീർത്ത് വന്നപ്പോൾ തന്നെ ഇതാ അടുത്ത പണി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ടോയ്സും ഇതാ വലിച്ച് വാരിയിട്ടിട്ടുണ്ട്. ഇതിവിടെ ഇട്ടിട്ട് ആളെ കാണാനല്ല, മുറ്റത്ത് പോയി ഒരു JCB കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന്ന് അതും കൊണ്ട് അടമണ്ണ് വാരിയിരിക്കുകയാണ് പണി കേട്ടോ. പിന്നെ ഇതെടുക്കാൻ വിളിച്ചാൽ വരൂലല്ലോ. പിന്നെ ഞാൻ തന്നെ എല്ലാം അടുക്കി പറക്കി വെച്ചിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് നമ്മുടെ നനച്ചുള്ളിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.